എല്ലാവർക്കും നമസ്കാരം. ഈ ദിവസങ്ങളിൽ ഒരു പത്രവാർത്ത കണ്ടത്, ഓൺലൈൻ ലോൺ ആപ്പുകളുടെ ഭീഷണി മൂലം യുവാവ് ആസിഡ് കുടിച്ച് ജീവൻ അവസാനിപ്പിച്ചു. സാധാരണഗതിയിൽ ഈ പുളിപ്പുള്ള എല്ലാ വസ്തുക്കൾക്കകത്തും ശരിക്കും ആസിഡാണ്. അതുകൊണ്ടാണ് ഈ പുളിപ്പ് തന്നെ ആസിഡിൻ്റെ ഒരു സ്വഭാവമാണല്ലോ. റബ്ബർ ഷീറ്റ് ഉറയ്ക്കാൻ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞൊരു ആസിഡാണ്. അതുപോലും 20 ഇരട്ടി വെള്ളം ചേർത്തിട്ട്, അതായത് 1 ലിറ്ററിനകത്ത് 50 മില്ലിയൊക്കെ ആസിഡ് ചേർത്തിട്ടാണ് റബ്ബറിനകത്ത് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ആ റബ്ബർ ഷീറ്റെല്ലാം പൊള്ളിപ്പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ കൂട്ടാത്ത ആസിഡ്, ഈ ഫോമിക് ആസിഡ് റബ്ബറിനൊക്കെ മേടിക്കുന്ന കൂട്ടാത്ത ആസിഡ്, നമ്മളതിൻ്റെ കുപ്പിയുടെ അടപ്പൊന്ന് തുറന്നിട്ട് മൂക്കിനടുത്തോട്ട് കൊണ്ടുവന്നാൽ ഈ മൂക്കിലെ രോമമൊക്കെ കരിഞ്ഞു പോകും. അതിൻ്റെ ഗ്യാസ് അടിച്ചാൽ മൂക്കിലെ രോമമൊക്കെ കരിഞ്ഞു പോകുന്ന രീതിയിലുള്ള സാധനം, ഈ ആസിഡ് ഒരു മനുഷ്യൻ കുടിക്കണമെങ്കിൽ ആ ലോൺ ആപ്പുകാരുടെ ഭീഷണി എത്ര ഭയങ്കരമായിരിക്കും. എൻ്റെ ചിന്ത ആ വഴിയിലോട്ടാണ് പോയത്. അതായത് തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ലോൺ മാഫിയ ആ യുവാവിൻ്റെ ഫോട്ടോകൾ അശ്ലീലമായി മോർഫ് ചെയ്ത് ഈ യുവാവിൻ്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വാട്സാപ്പ് വഴി അയച്ചു കൊടുത്തു. ഇതിൻ്റെ പേരിലുണ്ടായ മനോവിഷമത്തിലാണ് യുവാവ് ആത്മഹത്യ ചെയ്തത് എന്ന് പറയപ്പെടുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ലോൺ എടുത്തത് ഒരു പെങ്കൊച്ചുങ്ങാനും ആയിരുന്നെങ്കിൽ അതിന് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമായിരുന്നോ? ആൺപിള്ളേരുടെ ഫോട്ടോ, ആണുങ്ങളുടെ ഫോട്ടോ ഇതുപോലെ മോർഫ് ചെയ്ത് അയച്ചിട്ട് അവർക്കിതിൻ്റെ മാനസിക പ്രയാസം താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ, പെൺകുട്ടികളുടെയൊക്കെ ഫോട്ടോ ആണ് അല്ലെങ്കിൽ സ്ത്രീകളുടെയൊക്കെ ഫോട്ടോ ആണ് അവരുടെ കിട്ടുന്നതെങ്കിൽ, ഈ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആപ്പുകാരുടെ ശല്യം നമുക്ക് നിരന്തരം കാണാൻ പറ്റും. 24% മുതൽ 60% വരെ പലിശ മേടിച്ചുകൊണ്ടിരുന്ന നാടൻ ബ്ലേഡുകാർ, ആ ബ്ലേഡുകാരെ ഓപ്പറേഷൻ കുബാര എന്നും പറഞ്ഞ് അങ്ങോട്ട് പൂട്ടിച്ചു. അവരെ പൂട്ടിച്ചു കഴിഞ്ഞിട്ട് 8% മുതൽ 120% വരെ ഒരു വർഷം കൊണ്ട് ഡബിൾ ആകുന്ന ഓൺലൈൻ ആപ്പൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. അവരെ എന്നാ കാണിച്ചു, 8% എന്നും പറഞ്ഞ് തുടങ്ങും. എന്നിട്ടിത് 120% അടച്ചാലും തീരാത്ത രീതിയിലുള്ളവരെ നിയമപരമായിട്ട് അങ്ങ് സ്വതന്ത്രമാക്കി കൊടുത്തു. അവർക്ക് നടത്താവുന്ന പോലെ നിയമപരമായിട്ട് കൊള്ളയടിക്കാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ ഈ ആപ്പൊക്കെ ഇവിടെ കേരളത്തിൽ ചിലവാകുന്നത്. പക്ഷേ കേരളത്തിലെ വ്യവസ്ഥ അനുസരിച്ച് നമ്മൾ പഠിക്കുമ്പം 18% മുകളിൽ പലിശ വാങ്ങാൻ കഴിയില്ല. ഞാൻ എന്നെ കേൾക്കുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിൻ്റെ ലോണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മേടിച്ചിട്ട് അതെങ്ങനെയാണെന്ന് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഞാൻ ബാങ്കിൻ്റെ ജോലിക്കാർ അല്ലാത്ത അനേകരോട് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ചോദിച്ചു, ഇതെങ്ങനെയാണെന്നറിയാമോ? ന്യായമായ വിദ്യാഭ്യാസം ഉള്ളവർ പോലും പറയുന്നത് ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഇത് ബാങ്കുകാരോട് ചോദിക്കണമെന്നാണ്. അങ്ങനെ ഞാൻ ബാങ്കിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് ബാങ്കിൻ്റെ അഡ്വക്കേറ്റിനോട് ചോദിച്ചപ്പം, ബാങ്കിൻ്റെ സ്റ്റാഫായ അഡ്വക്കേറ്റിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ അക്കൗണ്ട് സെക്ഷനിൽ ചോദിക്കാമെന്ന് പറഞ്ഞു. അക്കൗണ്ട് സെക്ഷനിൽ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എനിക്കറിയത്തില്ല, വേറൊരാളോട് ചോദിക്കാമെന്ന് പറഞ്ഞു. വേറൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറയാം, ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ പ്രിൻ്റ് വരും, ഈ പ്രിൻ്റ് വരുന്നതല്ലാതെ ഇതെങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ലോണുള്ള ആളാണെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് മേടിക്കണം. 2-3 കുടിശ്ശികയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു കാര്യവും മനസ്സിലാകുകയില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം കിടക്കുന്നത്. അതുകൊണ്ട് ഓൺലൈൻ ആപ്പുകൾ നമ്മുടെ തലമുറകളിൽ ഏറ്റവും ചെറുപ്പക്കാരെയാണ് ലക്ഷ്യം വെക്കുന്നത്. കാരണം ഈ കാരണവന്മാർക്ക് ഈ ആപ്പെന്നൊന്നും പറഞ്ഞാൽ എന്നാന്ന് മനസ്സിലാകാനാണ്. അതുകൊണ്ട് അവർ പ്രായമുള്ളവരൊന്നും ഇതിനകത്ത് പോയി കുടുങ്ങാൻ സാധ്യതയില്ല. പക്ഷേ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ചെറിയ തുകകൾക്ക് എടുത്തിട്ട് ഈ 120% എന്നൊക്കെ പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഇതിൻ്റെ ഇരട്ടിയൊക്കെ അടച്ചു ചെല്ലും. അല്ലെങ്കിൽ ആ 50,000 രൂപ എടുത്തു കഴിഞ്ഞാൽ 60,000 രൂപയും കൂടെയൊക്കെ, അത് 1/10 അടച്ചു ചെല്ലുന്ന രീതിയിലൊക്കെയാണ് കിടക്കുന്നത്. ഇതൊക്കെ ചോദിക്കാൻ ഇവിടെ ഒരു നിയമമില്ല എന്നുള്ളതാണ് ചോദ്യം. ഇതിപ്പോൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തെങ്കിലും ചെയ്താൽ, ആത്മഹത്യ ചെയ്യുകയോ വല്ലതും ചെയ്താൽ 2 ദിവസത്തിന് ഭയങ്കര റെയ്ഡാണ്, ഭയങ്കര പെടുത്തും. അവിടെ പിടിക്കുന്നു, ഇവിടെ പിടിക്കുന്നു, സൈബർ പോലീസ് ഓടി നടക്കുന്നു. സൈബർ പോലീസ് ഇതൊന്നും കാണുന്നില്ല. സത്യത്തിൽ
നേരത്തെ സൈബർ പോലീസിന് ഇതൊന്നും അറിയാൻ മേലെ. ഈ ആപ്ലിക്കേഷൻ ഒരുമാതിരിപ്പെട്ട മനുഷ്യൻ്റെ ഫോണിലോട്ട് ഒരു ദിവസം 3-4 മെസ്സേജാണ് വരുന്നത്. നിങ്ങൾക്ക് 3 ലക്ഷം അപ്രൂവ് ആയി കിടക്കുന്നു, നിങ്ങൾക്ക് 5 ലക്ഷം അപ്രൂവ് ആയി കിടക്കുന്നു. ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഞെക്കി ഞെക്കി കയറി ചെന്നാൽ ഒന്നെങ്കിൽ സൈബർ തട്ടിപ്പ്, സൈബർ തട്ടിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ലോൺ പാസ്സാകുമായിരിക്കും. പക്ഷേ ഇത് കൃത്യമായിട്ട് ഇവിടുത്തെ സൈബർ സെല്ലിന് അല്ലെങ്കിൽ സൈബർ പോലീസിന് ഇത് പിടിക്കാൻ പറ്റുകയില്ലേ. അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഒന്നെങ്കിൽ രാഷ്ട്രീയക്കാരാണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരാണ്. എന്ന് പറഞ്ഞാൽ അവരാണ് ഇതിൻ്റെ യഥാർത്ഥ നടത്തിപ്പുകാർ. ബിനാമി പേരുകാരൻ ആരെങ്കിലും 1-2 പേര് കാണും. ഇങ്ങനെ പോയാൽ നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകും? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വേറൊരു സംഭവം ഞാൻ ശ്രദ്ധിച്ചു. ടൂറിസ്റ്റ് ബസ്സിന് അപകടം ഉണ്ടാകുന്നതിൻ്റെ കാരണം കളർഫുള്ളായ പെയിൻ്റ് ആണെന്ന് ഒരു വർഷം മുമ്പ് നമ്മുടെ ഗവൺമെൻറ്റിന് പിടികിട്ടി. ഗവൺമെൻറ്റിൻ്റെ ശാസ്ത്രജ്ഞന്മാർക്ക് പിടികിട്ടി കളർഫുള്ളായ ബസ്സുകൾ അപകടം ഉണ്ടാക്കുന്നു. ഉടനെ തന്നെ എന്നാ കാണിച്ചു? അതാ കർണാടകത്തിലെങ്ങാണ്ട് മംഗലാപുരം സൈഡിലെങ്ങാണ്ട് ഒരു ബസ് രാത്രിയിൽ ഓടിപ്പോയി ഉറങ്ങിയെന്നോ ഡ്രൈവർ ഏറ്റു നിന്ന് ഡാൻസ് കളിച്ചെന്ന് ഏതാണ്ട് പറഞ്ഞോണ്ടാ. ഇവിടെ മന്ത്രിമാർ ഡാൻസ് കളിക്കുന്നു, സുംബായും കിംബായും ഒക്കെ കളിക്കുന്നു. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഡ്രൈവർ ഡാൻസ് കളിച്ചെന്നും പറഞ്ഞാൽ പ്രശ്നം. ഏതൊക്കെയാലും വണ്ടി പോയി ഇടിച്ചു. വണ്ടി പോയി ഇടിച്ചു കഴിഞ്ഞപ്പം ഇവർ കണ്ടുപിടിച്ച കുറ്റം എന്നാണെന്നറിയാമോ? വണ്ടിയുടെ പെയിൻറ്റ്. ഉടനെ നാട്ടിലുള്ള വണ്ടിക്കെല്ലാം ടൂറിസ്റ്റ് ബസ്സിനെല്ലാം വെള്ള പെയിൻ്റ് ആക്കി. വെള്ള പെയിൻ്റ് ആക്കി കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഈയിടെ ആരാണ്ട് എന്ന് പിള്ളേർ എന്ന് മന്ത്രിയോട് പറഞ്ഞു, ഈ വണ്ടിക്കൊക്കെ കളർഫുള്ളായ പെയിൻറ്റ് വേണം, എന്നാലേ അതിനൊരു രസമുള്ളെന്ന് പറഞ്ഞു. അന്നേരം ആ മന്ത്രി വിചാരിക്കുന്ന കളർഫുള്ളാക്കണമെന്ന്. ഒരു ബസ് കളർഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കണമെങ്കിൽ മാന്യമായ തുക മുടക്കണം. അങ്ങനത്തെ പെയിൻറ്റുകൾ മുഴുവൻ മാറ്റി വെള്ള പെയിൻറ്റ് അടിച്ചപ്പം വെള്ള പെയിൻറ്റിൻ്റെ കമ്പനിക്കാരൻ കൊടുക്കാനുള്ള ചില്ലറ കൊടുത്തു. ഇനി വെള്ള പെയിൻറ്റ് ഒരു വണ്ടിക്ക് കൊടുക്കാനില്ലെന്ന് അറിഞ്ഞപ്പം മന്ത്രിയുടെ കഴപ്പായിരിക്കും. ഉടനെ അത് പിന്നെ തിരിച്ചു പിടിച്ച് ഇപ്പം വീണ്ടും കളർഫുള്ളാക്കി ഉണ്ടാക്കാൻ പോവുക. എന്നാ കോത്താഴത്തെ നിയമങ്ങളാണ് ഇതൊക്കെ. ഇനി കളർഫുൾ അടിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുകയല്ലേ? സത്യം പറഞ്ഞാൽ മലയാളിയോട് പറയുക, എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്ത യാതൊരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത കൊണാണ്ടർമാരെ ജയിപ്പിച്ച് വിടരുത്. കത്രിക 60 വർഷത്തിനകത്തിരുന്ന കുഴപ്പമില്ലെന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അഴിച്ചു വിടാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്ന കൊണാണ്ടർമാരെ ഒന്നും ജയിപ്പിച്ച് വിടരുത് എന്നതാണ് നമ്മൾ പറയുന്നത്. ഇത് മലയാളമാണെന്നോ അല്ല കേരളമാണെന്നോ സംസ്കാരമുള്ളവരാണെന്നൊക്കെ പറയുമ്പം ഭരിക്കുന്നത് ഇതുപോലെ വെളിവില്ലാത്ത കോഞ്ഞാട്ടകളാണെന്ന് പറയുമ്പോൾ അതിനെന്നാണ് നമ്മൾ പറയേണ്ടത്? ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് വരുന്നത്. ഇനിയെങ്കിലും ഇതെല്ലാം ഒന്ന് തിരിച്ചറിയണം എന്നാണ് പറയുന്നത്. പിന്നെ ആ ബസ്സുകളെല്ലാം ഇനി വെള്ള പെയിൻറ്റ് മാറ്റി ഇനി തിരിച്ച് കളറുണ്ടാക്കും. ഈ വെള്ള പെയിൻറ്റ് അടിച്ചതിൻ്റെ നഷ്ടമല്ല ആര് എടുക്കും? ഒരു ബസ്സിനൊക്കെ പെയിൻറ്റ് അടിക്കണേ എന്തുമാത്രം രൂപ വേണം? അപ്പോൾ നമ്മുടെ തലമുറയിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് നല്ലൊരു ശതമാനത്തിന് ഇപ്പോൾ ജോലിയില്ല. പിള്ളേർക്ക് ജോലി ചെയ്യാൻ മനസ്സില്ലാഞ്ഞിട്ടോ ജോലി ചെയ്യാൻ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടോ അല്ല. സംഭവം എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ജോലി ചെയ്യാനുള്ള സൗകര്യ സാഹചര്യങ്ങളില്ല. എനിക്കറിയാം, ഗവൺമെൻറ്റിനോടാണെങ്കിലും പറയട്ടെ, 100 കണക്കിന് ബിടെക്കുകാർ പിള്ളേർ 5000-നും 6000-നും ജോലി ചെയ്യുന്നുണ്ട്. തനിക്കൊക്കെ തൻ്റെ ഇടം ഉണ്ടോ ഒരു അന്വേഷണം നടത്താൻ? ഈ ബിടെക് വരെ പഠിച്ച പിള്ളേർ അല്ലെങ്കിൽ അതുപോലെ തുല്യമായ രീതി പഠിച്ച പിള്ളേരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ പിള്ളേർ ധാരാളം പിള്ളേർ 5000-6000 രൂപയ്ക്ക് ശമ്പളത്തിന് ജോലി ചെയ്യുന്നുണ്ട്. ഈ പുറകിൽ കൂടെ എല്ലാം ഈ കിടക്കുന്ന സഖാക്കന്മാരെ എല്ലാം തള്ളി കയറ്റുമ്പോൾ ഈ പിള്ളേരെന്നാ കാണിക്കും? അതുങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെയും കൂടി ആയാൽ എന്നാ കാണിക്കും? ഒന്നാമത് നാട് മുഴുവൻ മദ്യവും വേറൊരു വശത്തൂടെ മയക്കും വരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഓൺലൈൻ ആപ്പും കൂടി ഇങ്ങനെ അഴിച്ചോട്ടെ എന്നാ ചെയ്യും? തിരിച്ചടവ് മുടങ്ങിയാൽ പിടിക്കാൻ സാധാരണഗതി മാർഗ്ഗങ്ങളുണ്ടല്ലോ. അങ്ങനെ മാർഗ്ഗങ്ങളുള്ള ലോൺ കൊടുത്താൽ മതി. ഇല്ല, കൊടുക്കേണ്ടതേ. ഫോട്ടോ മോർഫ് ചെയ്ത് ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും ഒക്കെ അയച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഇത് താന്നെങ്കിൽ ഇവിടെ ഒരു ഭരണം ഉണ്ടെന്ന് പറയുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ? ഫോട്ടോ മോർഫ് ചെയ്ത് ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും ഒക്കെ അയച്ചു കൊടുത്താൽ അതൊക്കെ എന്തേരം ഗുണ്ടായുസത്തിൻ്റെ അങ്ങേയറ്റം എത്തി എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ ഒരുത്തരും ഇവിടെ ഇല്ലെന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ടല്ലോ ഇത്രയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ കുറച്ച് കമൻറ്റ് എഴുതി വെക്കും. ആ കമൻറ്റ് എഴുതുന്നവരെല്ലാം ബാങ്കിൻ്റെ ആൾക്കാരാണ്. അത് കേരളത്തിൽ ഇപ്പം വളർന്നു വരുന്ന ഏറ്റവും വലിയൊരു കൊട്ടേഷൻ ഗ്രൂപ്പാണ് ഈ ബാങ്കിങ് എന്ന് പറയുന്നത്. അറിയപ്പെടുന്ന പേഴ്സണൽ ലോൺ കൊടുക്കുന്നത് എല്ലാം വലിയ ഗുണ്ടായുസം ഗ്രൂപ്പുകളാണ്. ഇതിനൊക്കെ യോഗ്യമായ തീരുമാനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനം ഇതിനനുസരിച്ച് ചിന്തിക്കണം. ഓരോ മണ്ഡലത്തിലും നിൽക്കുന്നതിലെ ആളുകളുടെ മൂല്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചുകൊണ്ട് വേണം വോട്ട് ചെയ്യാൻ. കള്ളനും കൊള്ളക്കാരനും പിടിച്ചുപറിക്കാരനും വ്യഭിചാരിയും മോഷ്ടാവും അങ്ങനെയുള്ളവനെയൊക്കെ നാട്ടുകാർക്കറിയാമല്ലോ. നിങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം നോക്കി
രാഷ്ട്രീയം നോക്കിയിട്ട് ഇന്നവൻ അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിക്കാതെ വ്യക്തിപരമായി ഇവൻ എങ്ങനെയുള്ളവനാണെന്ന് നോക്കിയിട്ട് ചെയ്തില്ലെങ്കിൽ ഇതുപോലെയുള്ള കൊള്ളുകലാത്തവന്മാരെല്ലാം കൂടെ ചെന്ന് അവിടെ കൂടിക്കഴിയുമ്പം എന്നാ വേണമെങ്കിലും ചെയ്യും. കേരളത്തിലെ ഭരണമെന്ന് പറയുന്നത് സത്യത്തിൽ അവർക്ക് സൂഹിക്കുക എന്നുള്ളതല്ലാതെ ഇവിടുത്തെ ജനത്തിൻ്റെ കാര്യത്തിന് അല്ല ജനജീവിതം ലഘൂകരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് ചിന്തിക്കുന്നേ ഇല്ലെന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്നവരെ എന്നാണേലും പൊതുജനത്തിൻ്റെ കയ്യിൽ ഒരായുധം കിട്ടുന്ന ഒരു സമയമാണ് അടുത്ത 30-45 ദിവസങ്ങൾ. ഈ ആയുധം യഥാർത്ഥത്തിൽ വിനിയോഗിച്ചില്ലെങ്കിൽ ഈ ഓൺലൈൻ ആപ്പുകൾ നമ്മുടെ ചെറുപ്പക്കാരെ ഇനിയും കൊന്നു തീർത്തോണ്ടിരിക്കും. ഈ സെക്സും മയക്കുമരുന്നും മദ്യവും നമ്മുടെ നാടില്ലെന്നാക്കും. ഇതിനെ ഒഴിവാക്കുന്ന രീതിയിൽ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.